ഷാരോൺ വധക്കേസ് വിധിയുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് നടക്കുന്ന പുകകൾ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. തീയും പുകയും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൊലപാതകി അല്ലെങ്കിൽ പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് കേരള കീഴ്ക്കോടതി വിധിച്ചത്. എന്നാൽ ആ വധശിക്ഷയ്ക്ക് അനുകൂലമായും പ്രതികൂലമായും രണ്ട് ചേരിതിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മലയാളികൾ അല്ലെങ്കിൽ കേരളീയർ. എന്നാൽ അതിനോടൊപ്പം തന്നെ ആർജിക്കർ ഹോസ്പിറ്റലിലെ ബലാത്സംഗ കൊലയ്ക്ക് വെറും ജീവപര്യന്തം മാത്രമാക്കി കൊടുത്തതിന് ഇന്ത്യ ഒട്ടാകെ പ്രതിഷേധം ഉയരുന്നുമുണ്ട്. അതിനോടനുബന്ധിച്ച് പ്രത്യേകിച്ചും ഷാരോണിന്റെ വിധിയുമായി അനുബന്ധിച്ച് രാഹുൽ ഈശ്വറിനെ പോലെയും മെൻസ് അസോസിയേഷനെ പോലെയുള്ള ആൾക്കാർ ജഡ്ജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം പോലുള്ള വിവാദ പരിപാടികൾക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയും അതിനോടനുബന്ധിച്ച് വിവാദങ്ങൾ അങ്ങ് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയുമാണ്. സാർ ഇത് കേട്ടിരുന്നു? ഇന്ന് കേട്ടിരുന്നു. ജഡ്ജിയുടെ കട്ടൗട്ടിൽ അവർ പാലഭിഷേകം നടത്താൻ വേണ്ടി പോയി, പോലീസ് തടഞ്ഞു. പാലഭിഷേകത്തിന്റെ പാലും സാധനങ്ങളും എല്ലാം കൂടെ പോലീസ് പിടിച്ചെടുത്തു. അവർക്കെതിരെ കേസെടുത്തു. വട്ടിയൂർക്കാവ് വജിത്തു. എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വറായിരുന്നു ഉദ്ഘാടകനായിട്ട് വന്ന. അവർ കമാൽ പാഷ പറഞ്ഞ കാര്യങ്ങളെ എതിർത്തിട്ടുണ്ട്. കമാൽ പാഷ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയായ നടപടിയല്ല, അത് ഹൈക്കോടതി ചെല്ലുമ്പോൾ ഈസി ആയിട്ടും ഗ്രീഷ്മയ്ക്ക് ഉറപ്പായിട്ടും അത് ജീവപര്യന്തമായിട്ടും കുറച്ച് കിട്ടും. കൽക്കട്ടയിൽ ഇതേ സമയത്തുള്ളൊരു വിധിക്ക് തന്നെ ഇതിലും ക്രൂരമായിട്ടൊരു ശിക്ഷയ്ക്ക് ജീവപര്യന്തമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വധശിക്ഷ എങ്ങനെ വിധിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ വിധി ശരിയാണോ തെറ്റാണോ? പിന്നെ രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ പറയുന്ന പുരുഷ കമ്മീഷൻ വരെ നിയമിക്കണം, സ്ത്രീകൾക്ക് മാത്രമാണ്. അദ്ദേഹം വിവിധ കാര്യങ്ങൾ കേരളത്തിലെ എല്ലാ സമൂഹ മാധ്യമത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും പുള്ളി അഭിപ്രായം പറയുന്നുണ്ട്. ഈയിടെ ഹണി റോസിന്റെ വിഷയം ഉണ്ടായിരുന്നു, ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയങ്ങളിലൊക്കെ പുള്ളി പ്രതികരിച്ചത് എല്ലാവർക്കും തുല്യനീതി കിട്ടുന്നില്ല എന്നൊരു പ്രതികരണമാണ്. അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളും ഉണ്ടെന്ന് തോന്നുന്നു. ഏതൊക്കെ രീതിയിലൊക്കെയാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് നമുക്കറിയത്തില്ല. കോടതി പറയുന്നുണ്ട് ചാർജ് ചെയ്യാനുള്ള വകുപ്പുകളില്ല എന്നൊക്കെ പറയുന്നത്. അതിനെപ്പറ്റി എന്ത് പറയുന്നു? ശരി, ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു ന്യൂസൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അറിവുണ്ട്. അദ്ദേഹം നല്ലൊരു നല്ലൊരു കുടുംബം, അദ്ദേഹത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ നല്ലതാണ്, നല്ല വിദ്യാസമ്പന്നനാണ്. എന്നിട്ടും അദ്ദേഹം ഇതുപോലുള്ള വളരെ തരംതാണ തരത്തിലുള്ള കുറെ കമന്റുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വെച്ചാൽ നമ്മുടെ സംഭാഷണം നല്ലതാണെന്ന് കരുതി അതിൽ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങളൊന്നും നല്ലതാവണമെന്ന് നിർബന്ധമില്ല സാർ. കാരണം അദ്ദേഹം ഇപ്പൊ ഹണിറോസിന്റെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ അദ്ദേഹം കുറെ മനഃപൂർവ്വം ഇനി പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണോ എന്നറിയില്ല. അപ്പം എന്തായാലും നമ്മൾ ഹണിറോസിന്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചതാണ്. ഹണിറോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച്, ഡ്രസ് കോഡിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഘോര പ്രസംഗിക്കുകയുണ്ടായി. കാരണം ഒരാൾ നിശ്ചയിക്കുന്ന രീതിയിലല്ല മറ്റൊരു വ്യക്തി ഡ്രസ്സ് ഇടേണ്ടത്. പക്ഷേ എന്നാൽ രാഹുൽ ഈശ്വർ ഒരു ബാർബേറിനെ പോലെ ഇരുന്ന് സംസാരിച്ചു. ഹണിറോസിന്റെ വസ്ത്രധാരണം കൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, കേരളത്തിൽ ഒരാൾക്ക് പോലും അവരുടെ വസ്ത്രധാരണം ഇഷ്ടമല്ല, വിമർശിക്കാത്ത ആരും തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് വിവാദങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ വന്ന് രാഹുൽ ഈശ്വറിനെതിരെ ഹണിറോസ് കേസ് കൊടുത്തു. അങ്ങനെ ഒക്കെ എന്തൊക്കെയോ മാപ്പ് പറച്ചിലിന്റെ കാര്യങ്ങൾ വക്കോളമൊക്കെ എത്തിച്ച് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്ന ഒരു അവസ്ഥയിൽ രാഹുൽ ഈശ്വർ ഒന്ന് എത്തിയതാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരാഴ്ചയെ കഴിഞ്ഞുള്ളൂ. അപ്പോഴാണ് ഷാരോൺ വധക്കേസ് വിധി വരികയും ഗ്രീഷ്മയ്ക്കെതിരെ റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ തൂങ്ങിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മിസ്റ്റർ അജിത് വട്ടിയൂർക്കാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വിവാദ പരാമർശങ്ങൾക്ക് ഇറങ്ങി. വിവാദ പരാമർശങ്ങൾക്ക് മാത്രമല്ല വിവാദ പ്രവർത്തനങ്ങൾക്ക് കൂടെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അല്ലെ തന്നെ സർ, ആ കാണിക്കുന്നത് ശരിയാണോ? ഒരു ജഡ്ജ് എന്ന് പറഞ്ഞ സിനിമാ നടനൊന്നും അല്ല. ജഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൽ അധിഷ്ഠിതമായ ആ ഒരു വേലിക്കെട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതൊക്കെ പ്രോട്ടോകോളിനെതിരല്ലേ? സാറിന് എന്ത് തോന്നുന്നു? ജഡ്ജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ശരിയായ പ്രവണതയാണ്? അതൊക്കെ ഒരു തെറ്റായ നടപടിയാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ജഡ്ജി നമ്മൾ സിനിമ തുടങ്ങുന്ന ദിവസം വിജയുടെ പടത്തിനോ മമ്മൂട്ടിയുടെ പടത്തിനോ അങ്ങനെയൊക്കെ നമ്മൾ പാലഭിഷേകം നടത്തി കാട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ന്യായാധിപന്മാര് അവർ വിധിക്കുന്നു, അവരുടെ മുമ്പിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ വിധിക്കുന്നത്. ആ വിധിയിനകത്ത് ഏറ്റക്കുറിച്ചിലുകളൊക്കെ വരുമായിരിക്കും. അത് പിന്നീട് സമൂഹം ചർച്ച ചെയ്യും, അല്ലെങ്കിൽ അടുത്ത കോടതി, വലിയ കോടതിയിലേക്ക് പോകും, അത് ഹൈക്കോടതിയിൽ പോകും, സുപ്രീം കോടതി പോകും, അങ്ങനെ ചർച്ച ചെയ്യും. പക്ഷെ ഇവരിപ്പോൾ എല്ലാം കൂടെ കമാൽ പാഷയെ എതിരായിട്ട് പറയുന്നു, മറ്റേ ജസ്റ്റിസിനെ എതിരായിട്ട് പറയുന്നു, കൽക്കട്ടയിൽ ഇതാണ്, ഇവിടെ നിയമത്തിന് വിരോധമാണ്. ഹണിറോസിന്റെ കാര്യത്തിലും മറ്റേ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിലൊക്കെ ഇവർ പല രീതിയിൽ നിയമവശങ്ങളുണ്ട്. ചെറിയൊരു കേസേ ഉള്ളൂ. ബോബി ചെമ്മണ്ണൂരിനെ ചെള്ളു പറയുന്നു, അദ്ദേഹം ഒരു പോസ്റ്റ് മാത്രമേ ഇട്ടുള്ളൂ, 6 ദിവസം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലിട്ടു. നിരവധി കേസുകൾ കേരളത്തിൽ അതുപോലെ ഉണ്ട്, ആ കേസുകൾക്കൊന്നും അതുപോലെ നടപടി എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരിക്കുന്നത്. അതിനൊക്കെ കുറേയൊക്കെ സത്യസന്ധത ഉണ്ടോ, കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പുള്ളി വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പക്ഷേ പൊതുസമൂഹം പല രീതിയിലാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. രാഹുൽ ഈശ്വറിനെ ആയാലും അദ്ദേഹം ഏത് കാര്യത്തിലും കയറി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അത് ഒരുപക്ഷെ നല്ലതിനാണോ ചീത്തക്കാണോ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിലും സമൂഹം, സോഷ്യൽ മീഡിയ പറയുന്ന പുള്ളി പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത് പുരുഷന്മാർക്ക് വേണ്ടിയാണ്. പുള്ളി പറയുന്ന പുരുഷന്മാർക്ക് നീതിയില്ല, സ്ത്രീകൾക്ക് മാത്രം. സ്ത്രീകൾ ഏത് പരാതി കൊടുത്താലും ഉടനടി നടപടി, പുരുഷന്മാർ പരാതി കൊടുത്താൽ നടപടിയില്ല. ഇതിനെപ്പറ്റി എന്താ ശരിക്കുള്ള അഭിപ്രായം? പക്ഷേ പുരുഷന്മാർക്ക് പരാതി കൊടുത്താൽ നടപടിയില്ലെങ്കിൽ എങ്ങനെയാണ് സർ ഷാരോണിന്റെ വധശിക്ഷയ്ക്ക്, ഷാരോണിന്റെ കൊലപാതകത്തിന് ഇങ്ങനൊരു കേസ് വിധി വരുന്നത്? അപ്പൊ അതൊരു രാഹുൽ
ഈശ്വർ പറയുന്ന കണ്ണട ചിരുട്ടാക്കുന്ന ഒരു പ്രവണതയല്ലേ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടല്ലോ, ഷാരോൺ പുരുഷനല്ലേ, അദ്ദേഹത്തിനാണല്ലോ നീതി കിട്ടിയത്. ഇപ്പോൾ ഗ്രീഷ്മയുടെ പ്രായത്തെ പോലും കണക്കാക്കാതെ, ഗ്രീഷ്മയുടെ എഡ്യൂക്കേഷനെ പോലും കണക്കാക്കാതെയാണ് ന്യായാധിപന്മാർ വിധിച്ചത്. അപ്പോൾ അവിടെ പറയുന്നത് തന്നെ തെറ്റായല്ലേ? ഈ പറയുന്ന പോലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വാദിക്കാം, കൽക്കത്തയിൽ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ അതിക്രൂരമായ രീതിയിൽ ഡ്യൂട്ടി ഡോക്ടർ സെമിനാർ ഹാളിൽ അതിക്രൂര ബലാത്സംഗത്തിനിരയായി, നിർഭയേക്കാളും മാരകമായ പരിക്കുകളായിരുന്നു ഡോക്ടർക്കെന്നാണ് അറിയാൻ സാധിച്ചത്. അത്രയും ക്രൂരമായ പീഡനത്തിനെതിരായി മരണപ്പെട്ട ആ കുട്ടിക്ക് ഒരു നീതി കിട്ടിയോ? ഈ പറയുന്ന സഞ്ജയ് റോയ് എന്ന് പറഞ്ഞ ആ ക്രിമിനൽ, കൊടും ക്രിമിനൽ കുറ്റവാളി, ബോൺ ക്രിമിനലാണ്. ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം അയാൾ ബോൺ ക്രിമിനൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അവർക്ക് അവരുടേതായ ഒരു പാസ്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും ഇല്ല. ക്രിമിനൽ ചെയ്ത് അല്ലെ അങ്ങനെയുള്ള ചെയ്തികൾക്ക് ആ കുട്ടിക്ക് അങ്ങനെ ഒരു പാസ്റ്റ് ഇല്ല. പക്ഷേ ഈ സഞ്ജയ് റോയെ സംബന്ധിച്ചിടത്തോളം അവൻ ബോൺ ക്രിമിനലാണ്. അവനൊരു ഈ പറയുന്ന പോലെ മരുന്നടിറ്റും കഞ്ചാവടിറ്റും ഒക്കെ ആണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അവനൊരു നോർമൽ ആയിട്ടുള്ള വ്യക്തിയല്ല. അങ്ങനെ ഒരാൾക്ക് പൂർണ്ണമായ തെളിവുകൾ അഭാവം പോലുമല്ല, സംതൃപ്തനായിട്ടുള്ള സാറ്റിസ്ഫൈഡ് ഉള്ള തെളിവുകൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് കൊൽക്കത്തയിലെ കീഴ്ക്കോടതി അങ്ങനൊരു വിധി പ്രഖ്യാപിച്ചത് നമുക്ക് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അത് എന്തുകൊണ്ട് രാഹുൽ പറയുന്നില്ല? അപ്പോൾ അവിടെ അനീതി കിട്ടിയത് ആ പെൺകുട്ടിക്കല്ലേ കിട്ടിയത്? അപ്പോൾ രക്ഷിച്ചത് പുരുഷ സമൂഹം, അപരിഷ്കൃതനായിട്ടുള്ള പുരുഷ സമൂഹത്തിന്റെ സിമ്പൽ അല്ലേ ഈ സഞ്ജയ് റോയ് എന്ന് പറയുന്നത്? അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഉറപ്പായിട്ടും അതെ. ഇന്ത്യയിലെ പൊതുസമൂഹം മൊത്തം ആ ശിക്ഷ വളരെ കുറഞ്ഞു പോയെന്നാണ് ഇന്ത്യയിലെ പൊതുസമൂഹം. ഉടനെ കൽക്കട്ട ഗവൺമെന്റ് തന്നെ അതിനെതിരെ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇതിന് നേരത്തെ പല കേസുകളിൽ പ്രതിയാണ്. വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ്. ആ കൊലപാതകത്തിന് ജീവപര്യന്തം. പക്ഷെ ജഡ്ജി എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന മരണം വരെ തടവെന്ന്. എന്നുവെച്ചാൽ ജീവപര്യന്തം എന്നുള്ള സാധാരണ ഇതിന് 14 വർഷമേ ഉള്ളൂ. പക്ഷേ ആ അവസാന പോയിന്റിൽ പുള്ളി എഴുതി വെച്ചിട്ടുണ്ട് മരണം വരെ തടവ്. മരണം വരെ തടവ് എന്ന് പറയുന്നത് നമുക്ക് അതിനെപ്പറ്റി ഒന്നും അതിന്റെ ജഡ്ജിമെന്റ് കോപ്പിയൊന്നും നമ്മൾ വായിച്ചിട്ടില്ല, നമുക്ക് കൃത്യം അറിയത്തില്ല. മരണം വരെ തടവ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ ശിക്ഷയായിട്ടാണ് കൂട്ടുന്നത്. പക്ഷെ ഇവിടെ എല്ലാവരും പൊതുവെ മാധ്യമങ്ങളിൽ വരുന്നത് ജീവപര്യന്തവും മറ്റേ വധശിക്ഷയും. മരണം വരെ തടവ് എന്ന് പറയുന്നത് വലിയൊരു ശിക്ഷയാണ്. മനസ്സിലായില്ലേ? ജീവിതകാലം മുഴുവൻ പുള്ളിക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ. പക്ഷെ അങ്ങനെയൊക്കെ നടക്കും. നമ്മുടെ ഒരു നോംസോ എന്തോ ഒരു പ്രിവിലേജ് ജനാധിപത്യ രാജ്യത്തിൽ ഇങ്ങനത്തെ നിയമങ്ങൾ കറക്റ്റ് നമുക്ക് അറിയത്തില്ല. ഇങ്ങനെ പക്ഷേ പല ചാനലുകളും പല സമൂഹ മാധ്യമങ്ങളിലും കാണിക്കുന്നു ഇത് ജീവപര്യന്തം തടവ് പ്ലസ് അടിയിൽ ജഡ്ജി കോട്ട് ചെയ്തിരിക്കുന്ന മരണം വരെ തടവ്. നമുക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. എന്നാലും പൊതുവെ എല്ലാ സമൂഹവും ചിന്തിക്കുന്ന കേരളത്തിലെ പ്രായം വളരെ കുറഞ്ഞ ഒരു 24 വയസ്സൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരാളെ ഇന്ത്യയെ തൂക്കിക്കൊന്നിട്ടുള്ളൂ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു ലേഡിയെ മാത്രമേ തൂക്കിക്കൊന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആണുങ്ങളെ ആണെങ്കിൽ റിപ്പർ ചന്ദ്രനെയാണ് ലാസ്റ്റ് ആയിട്ട്, അതെനിക്കൊന്ന് 95-ലോ 94-ലോ കണ്ടാണ് തൂക്കി. അന്നേരം വധശിക്ഷ എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇനിയിപ്പോൾ ഇതിന്റെ കോടതിയുണ്ട്, കോടതിക്ക് മുകളിൽ പ്രസിഡന്റ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹൈക്കോടതി വരുമ്പോഴത്തേക്ക് എല്ലാ ആനുകൂല്യങ്ങളും ആ കൊച്ചിന് കിട്ടും. കാരണം ഗ്രീഷ്മയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം വളരെ പ്രായം കുറവ്, 24 വയസ്സേ ഉള്ളൂ. അവർ പഴയ ഹിസ്റ്ററി ഒന്നും അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അവർ നേരിട്ടല്ല ഇതിനകത്ത് അവർ കരുതിക്കൂട്ടി ചെയ്ത് തന്നെയാണ് വിഷം കൊടുത്തത്. എന്നാൽ പോലും അതിനെ നേരിട്ട് ഒരു ബലാത്സംഗത്തിന്റെയോ അല്ല വേറെ രീതിയിലോ കൽക്കട്ടയിലെ കമ്പയർ ചെയ്യുമ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും അല്ല ശരിക്കും. എന്നാൽ പോലും അത് തെറ്റാണ്. സ്ത്രീകൾക്ക് നീതി കിട്ടിയെന്നൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും പറയാം. മറ്റേ രാഹുൽ ഈശ്വർ പറയുന്നത് ഒരു കേസ് കൊടുത്താലുള്ള കാര്യമാണ്. കേസ് കൊടുത്താൽ ലേഡീസിന് പുറകെ വനിതാ കമ്മീഷൻ പോവും, ഒത്തിരി കാര്യങ്ങൾ പോവും. ആണുങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഇല്ലെന്നുള്ളതാണ്. കേസുകളെ സംബന്ധിച്ചോളം കേസിൽ ഇങ്ങനെ തെളിവായിട്ട് വന്നു, കോടതി തെളിവ് കൊലപാതകങ്ങൾ വന്ന ഉറപ്പായിട്ടും ആണുങ്ങളായാലും ലേഡീസ് ആയാലും ആർക്കായാലും അവർക്ക് ശിക്ഷ കിട്ടും. പക്ഷേ അല്ലാത്തൊരു കേസിന് ഒരു വനിത പരാതി കൊടുത്താൽ ആ പരാതിക്ക് പെട്ടെന്നാണ് ആ പരാതിക്ക് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റും റിമാൻഡും അവന് സമൂഹത്തിലൊരു മാനഹാനി വരും. ആളായാലും ഏത് വലിയ ആളായാലും ചെറുതായാലും ലേഡി ഒരു പരാതി കൊടുത്തു പെട്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. ആ റിമാൻഡും കഴിഞ്ഞ് അവനൊരു ജാമ്യത്തിലേക്ക് പോകാനും പിന്നീട് അവൻ കേസ് തെളിയിച്ച് അവൻ ഫ്രീ ആയിട്ട് വന്നാൽ പോലും അവനെ സമൂഹം ഒരു കുറ്റവാളി അല്ലെങ്കിൽ സമൂഹം അവനെ തെറ്റുകാരനായിട്ടാണ് കാണുന്നത്. അവന് സമൂഹത്തിലും അവൻ്റെ കുടുംബത്തിന് മുമ്പിലും അവൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിലും ഒക്കെ അവൻ ചെറുതായിട്ട് കാണുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. അവർക്ക് ഒരു അവസരം കൊടുക്കുന്നില്ല. ആര് പരാതി കൊടുത്തു ഇമ്മീഡിയറ്റ് ആയിട്ട് അവന് സ്വാധീനമുണ്ട്, ലേഡിക്ക് സ്വാധീനമുണ്ട്. പിന്നലെ വി ഡി സതീശനും മറ്റവരൊക്കെ പറയുന്നുണ്ട്. വേറെ നമ്മുടെ കേരളത്തിൽ വേറൊരു സ്ത്രീക്ക് ഇന്നലെ കല എന്ന് പറഞ്ഞൊരു സ്ത്രീക്ക് കൂത്താട്ടുള്ള സ്ഥലത്തിൽ കൗൺസിലൊക്കെ ഉണ്ടായ അനുഭവം. അവർക്കൊന്നും എതിരെ എന്ത് ചെയ്തിട്ട് അവരെ ബലമായിട്ട് പിടിച്ച് ഒരു കാറെ കയറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുപോയതിന് ശേഷം അവർക്കെതിരെ ഒരു നടപടി ആർക്കും എതിരുമില്ല. ചുമ്മാ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് അവനെ അന്നേരം 5 മിനിറ്റിനുള്ളിൽ പിടിച്ച് അകത്തിട്ട് 5-8 ദിവസം റിമാൻഡ് ചെയ്തു. അങ്ങനെ ഒരു നിയമത്തിലൊരു വ്യത്യാസം കാണിക്കുന്നു. അന്നേരം സ്റ്റാറ്റസും അല്ലെങ്കിൽ ഇതുള്ളവർക്ക് മാത്രമേ ഒരു നിയമം, അല്ലാത്ത സ്ത്രീകൾക്ക് 2 നീതിയാണോ എന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ടുണ്ടോ, മാത്യു കുഴൽനാടൻ ചോദിച്ചിട്ടുണ്ട്, നേതാക്കന്മാരെല്ലാം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അതിന്റെ 3-4 പേരെ അറസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അവരെ ഒന്ന് റിമാൻഡ് ചെയ്യാനോ നടപടി ഒന്നും പോയിട്ടില്ല. ഒരു DYSP മാത്രമായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് ഗവൺമെന്റിന്റെ ആൾക്കാരായതുകൊണ്ട് അങ്ങനെ ചെയ്യും. അല്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അങ്ങനെയും ചെയ്യും. സ്ത്രീകൾക്ക് 2 രീതിയിലുള്ള ഒരു നീതിയാണോ എന്നുള്ളതാണ്. സ്ത്രീയെ വലിച്ചഴിച്ച് അവരുടെ സാരി വലിച്ചഴിച്ച് ഒരു മുനിസിപ്പൽ ചെയർമാന്റെ വണ്ടിയിലേക്ക് പിടിച്ച് കയറ്റി
ചവിട്ടിക്കയറ്റി അവരുടെ കാല് മുറിഞ്ഞു, കൈ മുറിഞ്ഞു, അവർ ഹോസ്പിറ്റലായി, ഓൾറെഡി ആശുപത്രിയിലായ ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ടും യാതൊരു ആക്ഷനും എടുക്കുന്നില്ല. അന്നേരം ഈ നീതിബോധത്തെ പറ്റി നമ്മൾ പറയുന്നതിനകത്ത് എന്താണ് കാര്യം എന്നുള്ള പോലും നമുക്കൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും സാറ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ഈ പറയുന്ന കേസിൽ, കലാരാജുവിന്റെ കേസിൽ സാറ് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഹണിറോസിന്റെ കേസ് വന്നപ്പോഴത്തേക്ക് അവർ പ്രശസ്തയായതുകൊണ്ടോ എന്തോ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് മാധ്യമങ്ങൾ മുഴുവൻ അവരുടെ പുറകെ ആയിരുന്നു. ഈ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ, ദ്വയാർത്ഥ പരാമർശത്തിന്റെ പേരിൽ ബോബി ചെമ്മണ്ണൂരെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് കലാരാജുവിനെതിരെ ഈ അതിക്രമം, കയ്യാങ്കളി, ഈ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം ബോച്ച കയ്യാങ്കളിക്കൊന്നും ചെന്നിട്ടില്ല, ശാരീരിക ഉപദ്രവിപ്പിച്ചിട്ടില്ല. പക്ഷേ ഓക്കെ, ബോബി ചെമ്മണ്ണൂർ ചെയ്ത തെറ്റ് തന്നെ അദ്ദേഹം അറസ്റ്റ് ചെയ്തു. പക്ഷെ അതേ നീതി തന്നെ എന്തുകൊണ്ട് കലാരാജുവിന് കൊടുത്തില്ല എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ്. അത് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് കറക്റ്റ് തന്നെ. പക്ഷേ എന്ന് കരുതി ഈ പറയുന്ന കമാൽ പാഷ സാറ് പറഞ്ഞതിനെ എങ്ങനെ വിമർശിക്കുക? അങ്ങനെയുള്ള വിമർശനങ്ങൾ ശരിക്കും അതൊരു തെറ്റ് തന്നെയല്ലേ. കാരണം അദ്ദേഹം ചോദിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് 2 കൈയടിച്ചാലേ സൗണ്ട് ഉണ്ടാവുകയുള്ളൂ. ഈ പറയുന്ന പോലെ ഗ്രീഷ്മയുടെ ഭാഗത്ത് ആ ഒരു സിറ്റുവേഷൻസ് പരിഗണിക്കാൻ ഇപ്പോൾ ഷാരൂൺ മരിച്ചുപോയതുകൊണ്ടാണ് അത് പരിഗണിക്കാത്തത്. മറിച്ച് ഷാരൂൺ മരിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഗ്രീഷ്മയുടെ വാദം കേൾക്കാൻ ആൾക്കാരുണ്ടാകുമായിരുന്നു. അവൾക്ക് ഒരുപക്ഷെ കേരളത്തിലെ പകുതി ജനങ്ങൾ അവളോടൊപ്പം നിന്ന് വാദം കേട്ടാനെ. ഇപ്പോൾ ഷാരൂൺ മരിച്ചു പോയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇത് തന്നെ ആയാലും ഈ നിയമം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ത്യ മഹാരാജ്യ നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അത് ബലാത്സംഗ കൊല ആയാലും, കഷായത്തിൽ വിഷം ചേർത്തായാലും, തല്ലിക്കൊന്നതായാലും, എന്തിനെ ആയാലും, സ്ത്രീയോ പുരുഷനോ എന്നില്ലാതെ ഓൾ ആർ ഈക്വൽ ഇൻ ഇന്ത്യ. ആ ഇന്ത്യയുടെ ആ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ നിയമത്തിന്റെ ആ ഒരു പ്രൊട്ടക്ഷനിൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. അതിന് ഒരിക്കലും നമ്മൾ എതിരൊന്നും പറയുന്നില്ല. പക്ഷേ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.